ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് മെസ്സേജ് ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം യൂണിവേഴ്സ് നിങ്ങളോട് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ നോക്കാം. ഓക്കെ, ഒരു എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഈ വരുന്ന കുറച്ച് ദിവസത്തിൽ. ഓക്കെ, നമുക്ക് നോക്കാം. സ്പെഷ്യലായിട്ട് യൂണിവേഴ്സ് നിങ്ങളോട് ഇന്ന് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ, ഞാൻ ഷോർട്സ് ആയിട്ട് ഇപ്പോൾ ഡെയിലി മറ്റേ ഇംഗ്ലീഷിൽ ഇടുന്നത് ഇങ്ങനെയാണ്. സോ അതുപോലെ ഇവിടെ എടുക്കാൻ എനിക്ക് തോന്നി. അധികം ലോങ് ആവില്ല മിക്കവാറും. നോക്കാം, ഒരുപാട് ലോങ് റീഡിംഗ് അല്ല. യൂണിവേഴ്സ് നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്, എന്താണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, 7 of Cups ആണ്, 10 of Pentacles, Queen of Swords, 9 of Swords, Page of Swords. ഒരുപാടുണ്ട്. ഓക്കെ, ചെറിയൊരു ക്ലാരിഫിക്കേഷൻ കൂടെ എനിക്ക് വേണം. ഓക്കെ, ഇവിടെ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ മുമ്പിൽ കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചിന്തയിലായിരിക്കാം നിങ്ങൾ. ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട് എന്നല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ചിന്തകൾ നടക്കുന്നുണ്ട്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ലൈഫിൽ ഇപ്പം എന്തിനാണ് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അതിപ്പോൾ 7 Cups ആണ് ഇവിടെ. ഓക്കെ, അതായത് 7 ഇത് നമ്മുടെ നോർമൽ ടാരോ ഡെക്കിൽ നോക്കിയാൽ നമ്മളിവിടെ ഓരോ കാര്യമായിട്ടാണ് കാണാം. ഒന്നിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ, ഒന്നിൽ പണത്തിൻ്റെ, ഒന്നിൽ വേറെ, അങ്ങനെ ഓരോരോ കാര്യങ്ങളാണ് നമ്മൾ കാണുക. സോ ഇതിൽ അതായത് നിങ്ങളുടെ ലൈഫിൽ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ, അപ്പോൾ നിങ്ങൾ അതിന് എന്തിനാണ് ഞാൻ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് നിങ്ങളിപ്പോൾ. നിങ്ങളുടെ മൈൻഡ് കൺഫ്യൂസ്ഡ് ആണ്. ഓക്കെ, കാരണം ഒരുപാട് ഡൈവേർട്ടായി പോവാണ്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ മൈൻഡ് ഡൈവേർട്ടായി പോവാണ്. ഒന്നിലേക്ക് ഫോക്കസ് കൊടുത്ത് നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാൻ സാധിക്കുന്നില്ല. ഓക്കെ, ആൻഡ് വളരെയധികം ഇവിടെ സ്ട്രെസ്ഡ് ആയിട്ട് കാണുന്നുണ്ട്. മേ ബി ഈ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തായിരിക്കും. ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവും. അത് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കാം. എനിക്ക് അതായത് നമ്മൾ പറയില്ലേ, ഫോക്കസ് കൊടുത്ത് ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഏതും നടക്കില്ല അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ആയിരിക്കാം, സ്ട്രെസ് ആയിരിക്കാം. ഓക്കെ, നിങ്ങളൊരു കുറച്ചൊരു വറി ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. കുറേ കാര്യങ്ങൾ മേ ബി നിങ്ങൾക്ക് ചെയ്ത് തീർക്കാനുണ്ടാവും. പക്ഷെ അത് നിങ്ങൾക്ക് കാരണം ഒന്നിലേക്ക് കോൺസെൻട്രേറ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് ടെൻഷൻ, സ്ട്രെസ്സൊക്കെ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളോട് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് നിൽക്കാനാണ് പറയുന്നത്. ഓക്കെ, ആക്ഷൻ എടുക്കാൻ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇത് പേജ് ഓഫ് സോർട്സ് എനർജിയാണ്. നിങ്ങൾ മേ ബി ഇത് തുടക്കത്തിൽ, ഇത് സ്റ്റാർട്ടിങ്, ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് നിങ്ങൾ ഏറ്റെടുത്തു, എന്തെങ്കിലും ഒരു ജോലി നിങ്ങൾ ഏറ്റെടുത്തു, അല്ലെങ്കിൽ ഒരു കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുത്തു, ഞാൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് വിചാരിച്ചിട്ട് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ് അങ്ങനെ ചിലത് നിങ്ങൾ ആലോചിച്ചു, ഓക്കെ ഞാനിതൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ബട്ട് അതിന് ആരംഭത്തിൽ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് എന്തൂസിയാസത്തോടെ ഓക്കെ വളരെ ഓക്കെ എനിക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ ഏറ്റെടുത്തതായിരിക്കാം. എനിക്ക് ആ ഒരു വളരെ പക്ഷെ അത് കഴിഞ്ഞ് ഈ കൂടുതൽ കൺഫ്യൂഷൻ വന്നപ്പോൾ ഐ തിങ്ക് നിങ്ങളുടെ മൈൻഡ് ഡൗൺ ആയി. ഓക്കെ, മൈൻഡ് നിങ്ങൾക്ക് ഡൗൺ ആയി, അവസാനം നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തുന്നുണ്ടാവും. ഓക്കെ, ബട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നിങ്ങളോട് സ്ട്രെങ്ത് ഗെയിൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നുണ്ട്. ക്വീൻ ഓഫ് സോർഡ്സ് എനർജിയിലേക്ക് വരാൻ. ഓക്കെ, വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കണം എന്നാണ് പറയുന്നത്. ആൻഡ് ഇവിടെ ഫൈനൽ റിസൾട്ട് ആക്ച്വലി നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങളെ തന്നെ ഒന്ന് ശരിക്കും മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങളുടെ ഒരു പവറിലേക്ക് വന്ന് നിങ്ങൾക്കിത് ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾക്ക് വളരെ നല്ലൊരു ഔട്ട്കമാണ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, 10 of Pentacles നമ്മൾ ഹാപ്പി ഫാമിലിയാണ്, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ്, ഫൈനാൻഷ്യൽ അബണ്ടൻസിൻ്റെ കാര്യമാണ്. എന്തെങ്കിലും നിങ്ങൾക്കൊരു ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് വരുന്ന കാര്യമായിരിക്കും. ഓക്കെ, നിങ്ങൾ അതായത് ആ കാര്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഐ തിങ്ക് നിങ്ങൾക്കൊരു എന്തെങ്കിലും ബെറ്റർ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി, നിങ്ങൾക്ക് നല്ല സാലറി ഇൻക്രീസോ അല്ലെങ്കിൽ ബോണസോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് നല്ലൊരു പൈസ ഗെയിനിൻ്റെ ഒരു കാര്യമാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ എഫേർട്ട് ഇടുന്നത് ഓക്കെ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് കൊണ്ടുവരാം. ഓക്കെ, ഏതാണ് ആദ്യം ചെയ്യേണ്ടത് അങ്ങനെ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്യുക, ഒന്ന് ഓർഡറിൽ കൊണ്ടുവരാം. ഓക്കെ, ഇന്ന കാര്യം ഞാൻ ആദ്യം ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന സ്റ്റെപ്സ് ഞാൻ ആദ്യം എടുക്കണം എന്ന രീതിക്ക് നിങ്ങളൊന്ന് ചിന്തിക്കാം. ഓക്കെ, കാരണം ഇവിടെ ഇത് യൂണിവേഴ്സ് തന്നിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, നിങ്ങളെ തന്നെ ഒരു ടെസ്റ്റിംഗ് ആണെന്ന് എടുത്തോളൂ. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചിലപ്പോൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടായിരിക്കാം. ഓക്കെ, മേ ബി ഇതിൽ ചിലത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഏറ്റെടുക്കേണ്ട കാര്യം ഉണ്ടാവില്ല. ഓക്കെ, ചിലത് നിങ്ങൾക്ക് വിട്ടുകളയാൻ സാധിക്കും, പിന്നത്തേക്ക് മാറ്റി വെക്കാൻ സാധിക്കും. ഓക്കെ, അങ്ങനെ ഒരു തീരുമാനമെടുത്ത് എന്തിലേക്കാണ് നിങ്ങൾ ഫോക്കസ് കൊടുക്കേണ്ടത് എന്ന് നിങ്ങളൊന്ന് ആലോചിക്കാം. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ എന്തായാലും എനിക്കൊരു
യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു ബ്ലെസ്സിങ് തരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്, ഒരു ഓപ്പർച്യൂണിറ്റി തരുന്നതായിട്ടാണ് കാണുന്നത്. ആൻഡ് ഈ ഇതിപ്പോൾ 1 ഇവിടെ, ഇത് 10 ആണ്. ഓക്കെ, സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള ഒരു അവസരമാണ്. ഓക്കെ, അതിപ്പോൾ ജോലി സ്ഥലത്തൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും ഓക്കെ, നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി വന്നു, ഒരു പുതിയ ജോലി കിട്ടിയെന്ന് വിചാരിക്കുക. ആ ജോലിയിൽ കയറുമ്പോൾ നിങ്ങൾക്കത് നല്ല രീതിയിൽ ചെയ്ത് പ്രൂവ് ചെയ്യാൻ സാധിച്ചാൽ ഓക്കെ, അവിടെ ഒരു ഗുണം എന്തായാലും ബെനിഫിറ്റ് ആണ് അല്ലേ. അല്ലെങ്കിലും ഇപ്പോൾ വേറെ എന്ത് കാര്യത്തിലായാലും ശരി, ഇപ്പം നിങ്ങളുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കുന്നു, നിങ്ങളെ കുറച്ച് കാര്യങ്ങൾ ഏൽപ്പിച്ചു, അത് ചെയ്യുന്ന കാര്യം അങ്ങനെയാവാം. ഈവൻ നിങ്ങളുടെ സ്വന്തം പഠിപ്പിൻ്റെ കാര്യത്തിൽ ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒരു അവസരം വന്നിട്ടുണ്ട്, നിങ്ങൾക്കൊന്ന് നിങ്ങളുടെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ ഓക്കെ നിങ്ങൾക്കൊരു അവസരമായിട്ട് കാണാം. ഓക്കെ, നിങ്ങൾ വെറുതെ ഇമോഷണലായിട്ട് അപ്സെറ്റ് ആവരുത്. ഓക്കെ, നിങ്ങൾ ഐ തിങ്ക് വല്ലാതെ നിങ്ങൾ ഇതും നമ്മൾ രാത്രി എന്ന് പറയാം, മൂണും പറയുമ്പോൾ നമ്മൾ ഇമോഷണൽ എന്ന രീതിക്ക് പറയും. ഓക്കെ, ചില കാര്യങ്ങൾ നമ്മൾ ലൈക്ക് ഒരുപാട് ഇമോഷണൽ ആവുക, പിന്നെ ഡിപ്രഷൻ അങ്ങനെ രീതിയിലൊക്കെ എടുക്കാം. ഓക്കെ, ആൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് ഇവിടെ. സോ നിങ്ങൾക്ക് ലക്കാണ്, ഇപ്പോൾ ഇത് ലക്കിൻ്റെ കാർഡാണ്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കൊരു അവസരമാണ് ഇപ്പോൾ നിങ്ങളെ തന്നെ പ്രൂവ് ചെയ്യാൻ, നിങ്ങൾക്കൊരു അബണ്ടൻസിലേക്ക് എത്താനുള്ള ഒരു അവസരം യൂണിവേഴ്സ് പ്രസന്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്ക്. ഓക്കെ, ബട്ട് ഈ സമയത്ത് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയാൽ ഓക്കെ, ആ ഒരു അവസരം നഷ്ടപ്പെടും. എപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ് അല്ലേ, നമ്മൾ ഒരു അവസരം അധികം നേരം കാത്തിക്കില്ല എന്ന് പറയും അല്ലേ. മേ ബി ഇപ്പോൾ ഓഫീസിൽ നിങ്ങൾക്കൊരു ജോലി തന്നു, നിങ്ങളത് ചെയ്ത് തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന് കണ്ടാൽ ചിലപ്പോൾ ആ ഓപ്പർച്യൂണിറ്റി എടുത്തിട്ട് അവർ വേറെ ആർക്കെയും കൊടുക്കും അല്ലേ. അതേപോലെ യൂണിവേഴ്സും നിങ്ങൾക്കൊരു അവസരം ചിലപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ തരുന്നുണ്ടാവും, നിങ്ങളുടെ മുമ്പിൽ ഒരു ഇത് പ്രസന്റ് ചെയ്യും. അപ്പം നിങ്ങൾ പറയരുത് ദാറ്റ് എനിക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാനുണ്ട്, മറ്റേ കാര്യം ചെയ്യാനുണ്ട്, വീട്ടിലെ കാര്യമുണ്ട്, കുട്ടികളുണ്ട്, വീട്ടിൽ അമ്മയുണ്ട്, പാരൻസ് ഉണ്ട് നോക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണം, അടുക്കളയിൽ പണി, ആ പണി സോറി ഞാൻ ലേഡീസിനെ തരത്തി പറയുകയാണ്, സോറി ജെൻസിൻ്റെ ആലോചിക്കുക നിങ്ങൾ. ഓക്കെ, അങ്ങനെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങൾ അവോയ്ഡ് ചെയ്താൽ അവസാനം ആ അവസരം നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഓക്കെ, സോ നിങ്ങളുടെ ഒരു പവറിലേക്ക് വരാനും നിങ്ങൾക്കൊരു അവസരം യൂണിവേഴ്സ് തന്നിരിക്കുകയാണ്. ലക്കാണ് നിങ്ങളുടെ ഭാഗത്തുള്ളത്. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഓക്കെ, നിങ്ങളുടെ ലക്ക് നിങ്ങൾക്ക് തന്നെ മാറ്റാൻ സാധിക്കും. ഓക്കെ, ആൻഡ് ഇവിടെ 9 ഓഫ് വോൺസ്. യെസ്, നിങ്ങൾ അവനവനെ തടയണ്ട എന്നാണ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. യെസ്, ഓക്കെ, എല്ലാം പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. സണ്ണാണ്. ഓക്കെ, നിങ്ങൾ അവനവനെ തടസ്സപ്പെടുത്തരുത്, നിങ്ങൾ അവനവനെ ലിമിറ്റ് ചെയ്യരുത്. ഞാൻ ഐ തിങ്ക് ഇന്നലെ കുറേ ഇതിനെക്കുറിച്ച് ലെക്ചർ പറഞ്ഞു, ഇനി പറയുന്നില്ല. സോ നിങ്ങൾ അവനവനെ തടഞ്ഞു വെക്കണ്ട. ഓക്കെ, നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യലിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. ഓക്കെ, ബട്ട് ഒരു കാര്യം നിങ്ങൾ ചെയ്യാനുള്ളതാകും ഒന്നേ ഉള്ളൂ, ഫോക്കസ് കൊണ്ടുവരാം. ഓക്കെ, ആൻഡ് ഇതിനെക്കുറിച്ച് ഓർത്ത് വെറുതെ ടെൻഷൻ അടിച്ച് സ്ട്രെസ് അടിച്ചിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ നന്നായിട്ട് ഉറങ്ങുക. ഇൻഫാക്ട് രാത്രി നന്നായിട്ട് ഉറങ്ങുക. കാരണം അങ്ങനെ ഉറക്കം നിങ്ങൾക്ക് നല്ല രീതിക്ക് കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, ഉറക്കം നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ട് ഓവർ തിങ്കിങ്ങിലേക്ക് പോകരുത്. ഓവർ തിങ്കിങ് ചെയ്ത് നിങ്ങൾ നെഗറ്റീവ് ആലോചിച്ച് കൂട്ടുകയാണ്. ഓക്കെ, എങ്ങനെ ഞാനിത് തീർക്കും, എങ്ങനെ ഞാനത് അങ്ങനെ പറ്റുമോ ഇങ്ങനെ പറ്റുമോ അത് ഓ മൈ ഗോഡ് എനിക്ക് വയ്യ. ഓക്കെ, സോ കുറച്ച് ശാന്തമാവുക. കിടക്കുന്ന സമയത്തൊക്കെ രാത്രിയൊക്കെ നല്ലോണം ഡീപ് ബ്രീത്ത് എടുത്ത് എക്സസൈസ് ചെയ്ത് നിങ്ങൾ കിടക്കാൻ ശ്രമിക്കുക. ഓക്കെ, മനസ്സ് ശാന്തമാക്കാൻ ശ്രമിക്കുക. പ്ലാൻ ഔട്ട് ചെയ്യുക, എഴുതി പ്ലാൻ ഔട്ട് ചെയ്യുക. ഓക്കെ, വളരെ നല്ലൊരു കാര്യമാണത്. ഓക്കെ, എഴുതി പ്ലാൻ ഔട്ട് ചെയ്യുക എന്താ ചെയ്യേണ്ടതെന്ന്, അല്ലെങ്കിൽ ആലോചിക്കുക. നിങ്ങൾ ആലോചിച്ച് നിങ്ങളുടെ മൈൻഡിൽ നിങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കുക. ഓക്കെ, സോ നിങ്ങൾക്ക് എനിവേ നല്ലൊരു ബ്ലെസ്സിങ് വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുമ്പിൽ യൂണിവേഴ്സ് ഒന്നുമില്ലെങ്കിൽ ഓൾറെഡി വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ വരുന്നുണ്ട്. ഓക്കെ, ആ സമയത്ത് നിങ്ങൾക്കുള്ള അഡ്വൈസ് ആണ് ഇപ്പോൾ യൂണിവേഴ്സ് തന്നത്. നിങ്ങളെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സ് പറയുന്നുണ്ട് ടെൻഷൻ അടിക്കേണ്ട, നല്ലതാണ് നിങ്ങൾക്ക് വരാൻ പോകുന്ന, ധൈര്യത്തിൽ കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് സീ. Mystery, wisdom, manifestation. നിങ്ങളുടെ ഏതോ മാനിഫെസ്റ്റേഷൻ ആണ് വരുന്നത്. ഓക്കെ, ഫ്രീഡം ആൻഡ് സോൾ പർപ്പസ്. ഓക്കെ, ആൻഡ് വിഷസും ഉണ്ട്, മാനിഫെസ്റ്റേഷനും ഉണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യമാണ് യൂണിവേഴ്സ് തരുന്നത്. ഇനി എന്നെ ഞാനിപ്പോൾ എന്താ പറയേണ്ടത്, നിങ്ങളൊക്കെ ഇതാണ് പറയുന്നത്. യൂണിവേഴ്സ് നമ്മുടെ കയ്യിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തിട്ട് യൂണിവേഴ്സ് നിങ്ങളുടെ മുമ്പിൽ ഓപ്പർച്യൂണിറ്റി കൊണ്ടുവന്ന് തരും. ആ മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ റിയൽ ആവാൻ ഓക്കെ, അതിനുള്ള വഴികൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു തരും, നിങ്ങൾക്ക് കാണിച്ചു തരും. പക്ഷെ നിങ്ങൾ ആ സമയത്ത് നിങ്ങളപ്പോൾ ബാക്കാവും. കാരണം നിങ്ങളത് ആ സമയത്ത് നിങ്ങൾ പലതും നമ്മൾ എന്തോ പറയും ഇതിനൊക്കെ. എനിവേ, നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നടക്കും, വിഷസ് നടക്കും എന്നാണ് പറയുന്നത്. ബി കെയർഫുൾ വാട്ട് യു വിഷ് ഫോർ ആസ് ഓൺലി വൺ വിഷ് വിൽ ബി ഗ്രാൻറ്റഡ്. യെസ്, അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ 7 ഓഫ് കപ്സ് ഞാൻ പറഞ്ഞു, കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിലുണ്ട്. പക്ഷെ അതിലൊന്നിലേക്ക് നിങ്ങൾ ഫോക്കസ് കൊണ്ടുവരാം. എന്താണ് നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് വേണ്ടത് നിങ്ങൾ തീരുമാനിക്കാം. എനിക്ക് നിങ്ങളുടെ കയ്യിലാണ്. ആൻഡ് ഇവിടെ മാനിഫെസ്റ്റേഷൻ ഉണ്ട്. ഫോക്കസ് ഓൺ എ വിഷൻ ബിയോണ്ട് യുവർ സെൽഫ് ആൻഡ് യുവർ യൂണിക്കോൺ വിൽ ഹെൽപ്പ് യു. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിലേക്ക് നിങ്ങളുടെ ഫോക്കസ് വെച്ചാൽ നിങ്ങൾക്ക് നേടാൻ സാധിക്കും എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് കുറച്ച് മിസ്റ്ററി
എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് പറയാം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഓക്കെ, നിങ്ങൾക്ക് തന്നെ അറിയണ്ടാവില്ല ഇതിന്റെ സക്സസ് എന്താവും, ഇതിന്റെ ഔട്ട്കം എന്താവും, നിങ്ങൾക്ക് അറിയില്ല സക്സസ് കിട്ടുമോ എന്നറിയില്ല. ഓക്കെ, ബട്ട് യൂണിവേഴ്സ് പറയുന്ന മുന്നോട്ട് പോകും. കാരണം നമ്മളിങ്ങനെ ഇങ്ങനെ ചെയ്തിട്ടല്ലേ നമ്മൾ പഠിക്കുക, അല്ലേ? ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്തിട്ടല്ലേ നമുക്ക് എക്സ്പീരിയൻസ് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് വന്നു, എന്ത് വരുന്നു, അവസാനം എന്താവും എന്നുള്ള ചിന്തിക്കേണ്ട, നിങ്ങൾ ചെയ്തുകൊണ്ട് പോവാം. ഓക്കെ, നിങ്ങൾ ആ ഒരു മിസ്റ്ററി ആയിട്ട് കണക്കാക്കി കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, സക്സസ് കിട്ടിയാൽ മാത്രമേ ഞാൻ അതിന് ശ്രമിക്കുള്ളൂ എന്ന് പറയരുത് ഒരിക്കലും. ഓക്കെ, സക്സസ് അല്ല ഫെയിലിയർ ആയാലും കുഴപ്പമില്ല, നമ്മൾ ആ ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് ചില ലെസൺ നമുക്ക് കിട്ടും, അത് നമ്മുടെ ബെനിഫിറ്റ് തന്നെയാണ് എപ്പോഴും. ഓക്കെ, ആൻഡ് ഇവിടെ ആക്ട് വിത്ത് വിസ്ഡം ആൻഡ് പീപ്പിൾ വിൽ റെസ്പെക്ട് യു. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഓക്കെ, നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ചെയ്താൽ, ഓക്കെ, നിങ്ങളുടെ ഒരു എന്താ പറയുക, ബുദ്ധിയും നിങ്ങളുടെ കഴിവും എല്ലാം മറ്റുള്ളവർ റെസ്പെക്ട് ചെയ്യും എന്നാണ് പറയുന്നത്. ക്വീൻ ഓഫ് സോൾസ് എനർജി, യെസ്, റെസ്പെക്റ്റബിൾ, ഒരു വളരെ മറ്റുള്ളവരുടെ റെസ്പെക്ട് നിങ്ങൾക്ക് കിട്ടും. ലെറ്റ് ദ യൂണിക്കോൺ സെറ്റ് യു ഫ്രീ എന്ന് പറയുന്നുണ്ട്. ഒരുപാട് നമ്മുടെ ഓവർ തിങ്കിങ്ങിന്റെ കാര്യമായിരിക്കാം, ഓവർ തിങ്കിങ്ങിൽ നിന്ന് പുറത്തു വരാം. ഓക്കെ, മാജിക്കൽ നിങ്ങൾ ഒരു എന്താ പറയുക, യൂണിവേഴ്സൽ പവറിൽ ബിലീഫ് വയ്ക്കാം, ഒരു മാജിക്കൽ പവറിൽ ബിലീഫ് വയ്ക്കാം. ആൻഡ് എന്താ പറയുക, എന്തോ അങ്ങനെ പറയാൻ തോന്നി. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഈ ഓവർ തിങ്കിങ് ഈ കാര്യത്തിൽ നിന്നൊക്കെ നിങ്ങളെ യൂണിവേഴ്സ് ഹെൽപ്പ് ചെയ്യുമെന്ന് മനസ്സിലാക്കുക. ആൻഡ് സോൾ പർപ്പസ് ഉണ്ട് നിങ്ങൾക്ക് എന്തോ. ആക്ട് ഓൺ യുവർ സോൾ പർപ്പസ് ടുഡേ, ഇതാണ് പറയുന്നത് മെയിനായിട്ട്. ഐ തിങ്ക് നിങ്ങളുടെ സോൾ പർപ്പസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഇപ്പം ഉണ്ട്, പർപ്പസൊക്കെ ഉണ്ടാവും. ഇതിൽ എനിക്കിവിടെ ഇന്നത്തെ റീഡിങ് കണക്ട് ചെയ്ത് പറയുമ്പോൾ ഐ തിങ്ക് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് വെച്ച് നിങ്ങൾ ചെയ്യാം. ഓക്കെ, അതായത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ 7 ഓഫ് കപ്സിൻ്റെ കാര്യം പറയുമ്പോൾ വീട്ടുകാർ പറഞ്ഞു ഇത് ഈ ജോലി ചെയ്യൂ, വേറെ ഫ്രണ്ട്സ് പറഞ്ഞു അല്ല ഇതാണ് നല്ലത്, ഓക്കെ, മറ്റുള്ളവർ അടുത്ത വീട്ടുകാരും മറ്റേവരും ഒക്കെ പറഞ്ഞു അല്ല ഇത് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, ബട്ട് ഫൈനലി നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് നിങ്ങൾ ചൂസ് ചെയ്യൂ. ഓക്കെ, നിങ്ങളുടെ മനസ്സെന്താ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ഗൈഡൻസ്, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എന്താ ഗൈഡൻസ് നിങ്ങൾക്ക് വരുന്നത്, ഞാൻ എന്ത് കാര്യത്തിലായി നിങ്ങൾക്ക് എന്തായിരിക്കും ബെറ്റർ എന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു തരത്തിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഒരു സോൾ പർപ്പസ് ആണ്. അതിപ്പോൾ വലിയ നമ്മൾ മറ്റുള്ളവരെ സെർവ് ചെയ്യുന്ന തരത്തിലൊന്നും ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്തെങ്കിലും, പക്ഷെ നിങ്ങൾക്ക് ഒരു കോളിംഗ് ഉണ്ടാവും, നിങ്ങളുടെ ഒരു ലൈനിലേക്ക് നിങ്ങളെ യൂണിവേഴ്സ് പുൾ ചെയ്യും. അതെന്താന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. ഓക്കെ, അത് നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. സോ അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കാം. മറ്റുള്ളവരെന്ത് പറയുന്നു, ചുറ്റും വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് കിടക്കുന്നത്, അതൊന്നും നോക്കാതിരിക്കാം. നിങ്ങളുടെ ഗോൾ എന്താണ്, നിങ്ങളുടെ ഫോക്കസ് എന്തിലേക്കായിരിക്കണം നിങ്ങൾ തീരുമാനിക്കാം. ഓക്കെ, അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് സക്സസ്സും വരുള്ളൂ. ഓക്കെ, എനിവേ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ മെസ്സേജ് ഇതായിരുന്നു യൂണിവേഴ്സിൻ്റെ. സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.